ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ, അതായത് ഈ ബിൽഡിംഗ് ഒന്ന് കണ്ടോ. ഈ ബിൽഡിംഗ് ബാത്ത് യാം എന്ന് പറഞ്ഞ ആ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ശൈലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആക്രമണം നടത്തിയതാണ്. ഇസ്രായേൽ ഇപ്പം ഇറാൻ്റെ ഉള്ളിലും അടുത്ത ഘട്ട ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ഇവാക്യുവേഷൻ ഓർഡേഴ്സൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇവാക്യുവേഷൻ ഓർഡർ കൊടുക്കും, ഇസ്രായേൽ ഒരു പ്രീ അനൗൺസ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ട് ഇസ്രായേൽ ഇതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ തൊട്ടും തൊടാതെയും അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് പോകുന്ന പരിപാടിയല്ല ചെയ്യുന്നത്. ഇസ്രായേൽ ശരിക്കും ആ ബിൽഡിങ്ങിൻ്റെ മൂട്ടിൽ തന്നെ ഇടും. ബിൽഡിംഗ് ഒന്നാകെ നിലം പൊത്തി ഭൂമിക്ക് അടിയിൽ അങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവുക. അത്ര എഫക്റ്റീവാണ് ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇസ്രായേലിന് അറിയാം എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഇന്ന സംഗതികളുണ്ട്, അതിൻ്റെ അടിയിൽ തുരങ്കമുണ്ട്, അതിൻ്റെ അടിയിൽ അവർ ആയുധ കച്ചവടം നടത്തുന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇല്ലീഗലായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം പ്രവർത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇന്ന് നടത്തിയ ആക്രമണം അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണം തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല, ഡിനൈ ചെയ്യാൻ പറ്റത്തുമില്ല. ഹൈഫ പോർട്ടിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ, ആ ഒരു ഓയിൽ റിഫൈനറിയിൽ നടത്തിയ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ആ ഓയിൽ ശേഖരിച്ച് വെക്കുന്ന ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു യൂണിറ്റ് മുഴുവനായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് കൺട്രോൾഡ് മെഷേഴ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഇപ്പം ഒരു പരിധി വരെ കൺട്രോൾഡ് ആണ്. ഇപ്പം ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറാനികൾ മൊത്തത്തിൽ കൂട്ടത്തോടെ ഓടി ഒളിക്കുകയാണ്. ഇന്നലെ രാത്രി മിസൈൽ വിട്ടു, ശരിയാണ്. എന്നിട്ടിപ്പം ഈ കാണുന്ന ഇമേജ് തെഹ്റാന്റെ ആ ഒരു തലസ്ഥാന നഗരത്തിൽ വളരെ ലോ ട്രാഫിക്കാണ്. ഇന്ന് സൺഡേ, അവിടെയൊക്കെ പ്രവൃത്തി ദിവസമാണ്. വെള്ളി ശനിയാണ് അവിടെയൊക്കെ വീക്കെൻഡ്. സൺഡേ എന്ന് പറയുന്നത് അവിടെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് വർക്കിംഗ് ഡേ ആണ്. ആ വർക്കിംഗ് ഡേയിൽ തെഹ്റാൻ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയിൽ കാണുന്ന രംഗമാണ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വാഹനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റോഡാണ്. ഇപ്പൊ ആൾക്കാരെല്ലാം തന്നെ വില്ലേജിലേക്ക് ചേക്കേറുകയാണ്. അവരുടെ റൂറൽ ഏരിയയിൽ അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ, അവരുടെ പാരൻസിന്റെ വീട്ടിലൊക്കെ പോവുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ആംഡ് ഫോഴ്സ് ഏരിയയിൽ നിന്നും മാറി താമസിക്കുക. അതായത് മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുടെ അടുത്താണ് നിങ്ങളുടെ വീടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ആ രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇസ്രായേലിലേക്ക് വരാൻ പോകുന്ന മിസൈലുകളെ എങ്ങനെ തടയും എന്നുള്ള ഒരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് ഇസ്രായേൽ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇപ്പം ഇസ്രായേലിന് അമേരിക്ക കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ. നിമിറ്റ്സ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ SM-3, SM-6 ഇന്റർസെപ്റ്റേഴ്സ് മാക്സിമം നമ്പേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഷിപ്പ് കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും മിസൈൽ വിക്ഷേപിക്കാനും കഴിയും. ആ രീതിയിലുള്ള ഒരു ഷിപ്പാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ സപ്പോർട്ടീവായിട്ടാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇനി ഇറാനിൽ നിന്ന് വരുന്ന മാക്സിമം മിസൈലുകൾ ഈ ഒരു ഷിപ്പ് SM-3, SM-6 വെച്ചിട്ട് ഇന്റർസെപ്റ്റ് കളയും. ഇതിനകത്ത് മാക്സിമം നമ്പർ ഓഫ് ഇന്റർസെപ്റ്റേഴ്സ് കൂടുതലാണ്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ ഒരു ഇന്റർസെപ്റ്റർ ഷിപ്പ് ഇസ്രായേലിന് ഗുണം ചെയ്യും, 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ ഇറാൻ അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ, ഇസ്രായേൽ ആണെങ്കിൽ ഇറാന്റെ മിസൈൽ മിലിറ്ററി ബേസ്, അതേപോലെ റഡാർ സിസ്റ്റം, ഇതൊക്കെ ടാർഗറ്റ് ചെയ്ത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സെന്റേഴ്സ് ഇതൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തവണ കൊടുത്തിരിക്കുന്ന വാണിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാഷ്വാലിറ്റീസ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ഇസ്രായേൽ ഇറാന്റെ മേളിൽ ആക്രമണം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതാണ്ട് 20 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഇവാക്യുവേഷൻ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതിലൂടെ ഈ 20 സ്ഥലങ്ങളും കൂടെ കോട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. ഈ കോട്ട് ചെയ്ത സ്ഥലത്ത് നോർത്ത് മുതൽ വെസ്റ്റ് വരെയുള്ള സ്ഥലങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ഇമേജിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇത് ഇസ്രായേൽ വാണിംഗ് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ഇറാന്റെ ഉള്ളിൽ. അതിനകത്ത് മെഹർബാത്ത് എയർപോർട്ട് ഉൾപ്പെടെ, മെഹർബാത്ത് എയർപോർട്ടൊക്കെ നല്ല ബിസി ആയിട്ടുള്ള ഏരിയ ആണ്. ആ എയർപോർട്ട് ഉൾപ്പെടെ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഇസ്രായേൽ ഇന്ന്, അതായത് ഇന്നലെ രാത്രി ഇറാൻ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഷിറാസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു കമ്പനി, ആ ഒരു കമ്പനി ഇറാന്റെ ഉള്ളിൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുകയാണ്. അതിപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ റഡാർ മാനുഫാക്ചറാണ് ഇവർ. അതായത് ഇറാന്റെ ഉള്ളിലേക്ക് വേണ്ട കംപ്ലീറ്റ് റഡാറും ഇവർ അവിടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ മിസൈലുകളുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 20,000 മിസൈലൊക്കെ ഇറാന്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ പറയാനുള്ളൂ. 20,000 ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൽ അവരുടെ അടുത്ത് മിസൈൽ ഉണ്ട്. ചോദ്യം, അവരുടെ കയ്യിലുള്ളതെല്ലാം തന്നെ പഴയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്
ബിൽഡ് ചെയ്യുന്ന മിസൈൽസ് തന്നെയാണ്. 2003 നോർത്ത് കൊറിയയിൽ നിന്നും ഇറാൻ ഈ ഒരു മിസൈൽ ടെക്നോളജി കരസ്ഥമാക്കുന്നത്. ഷഹാബ് 3 മിസൈൽ എന്ന് പറഞ്ഞ മിസൈലാണ് അവർ 2003 പരീക്ഷണം നടത്തുന്നത്. 2005 അവർ ടെക്നോളജി സ്വന്തമാക്കി. 2005 മുതൽ അവർ മിസൈൽസ് ഡൊമസ്റ്റിക്കലി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ നോർത്ത് കൊറിയയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് വരാം. നോർത്ത് കൊറിയയിൽ KN-24 എന്ന് പറഞ്ഞ ഒരു മിസൈൽ നോർത്ത് കൊറിയ ഇൻസൈഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അവർ ഏതാണ്ട് പെർ ഇയർ 200 മുതൽ 400 മിസൈൽസ് ആണ് ഈ ഒരു KN-24 എന്ന് പറഞ്ഞ കാറ്റഗറിയുള്ള ഒരേ ഒരു കാറ്റഗറിയിൽപ്പെട്ട മിസൈൽ മാത്രം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 200 മുതൽ 400. ഇറാന്റെ കയ്യിൽ ഏതാണ്ട് 12 ക്ലാസ് മിസൈൽസ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള മിസൈൽസിൽ 200 ബേസിക് ക്വാണ്ടിറ്റി വെച്ച് നോക്കിയാൽ തന്നെയും 2005 മുതൽ അവർ ഈ ഡൊമസ്റ്റിക്കലി മിസൈൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 2025 ഏതാണ്ട് 20 വർഷം കൊണ്ട് അവർ മിസൈൽ മാനുഫാക്ചറിങ് ഡൊമസ്റ്റിക്കലി ചെയ്യുന്നുണ്ട്. അത് ഏത് ടെക്നോളജി ആയിക്കോട്ടെ, ലേറ്റസ്റ്റ് ടെക്നോളജിയോ ഹൈപ്പർസോണിക്കോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അവർ ഈ ഒരു മിസൈൽ സിസ്റ്റം അവർക്ക് വേണ്ട രീതിയിൽ ഡൊമസ്റ്റിക് ആയിട്ട് അവർ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2000 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അറ്റാക്കിംഗ് പവർ ഉള്ള മിസൈൽസ് ഒക്കെ ഇറാന്റെ പക്കൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി ഇറാന്റെ ഉള്ളിൽ വെടിക്കെട്ടും പൂരപ്പറമ്പും തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ചൈന ഏതാണ്ട് 4 ലോഡ് കാർഗോ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ കാർഗോയിൽ തീർച്ചയായിട്ടും ആയുധങ്ങൾ തന്നെ ആവാനാണ് സാധ്യത. അതിനകത്ത് വേറെ ഒരു ചോദ്യത്തിനും ഒരു ഉത്തരത്തിനും അവിടെ ഒരു സാധ്യതയില്ല. അത് കൺഫേംഡ് ആയിട്ട് ആയുധങ്ങൾ തന്നെയാണ്. ഇനി ഈ ഒരു കാർഗോയിൽ എയർ ഡിഫൻസ് സിസ്റ്റം കൂടി അവർ ഇറക്കുമതി ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഇസ്രായേൽ ഗാദർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേലിന് ഇപ്പം ഏറ്റവും വലിയൊരു മേജർ അറ്റാക്ക് ഇറാന്റെ ഉള്ളിൽ നടത്തിയേ തീരൂ, അങ്ങനെ ഒരു നിർബന്ധ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അത് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തും, മസ്റ്റാണ്. അതൊരു മേജർ അറ്റാക്ക് തന്നെ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ സൈഡിൽ നിന്നും 2000 മിസൈൽസ് ടുഗദർ ഒരുമിച്ച് 2000 മിസൈൽസ് ഇസ്രായേലിലേക്ക് പാഞ്ഞെടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ ഡ്രോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രോൺ പ്ലസ് അത് ക്യാരി ചെയ്ത് വരുന്ന മിസൈൽസ്, ഇതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് ഇവർ വിടുന്ന ബാലിസ്റ്റിക് മിസൈൽസ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെറിയ തോതിലുള്ള ബാലിസ്റ്റിക്സ് മിസൈൽസ് ഇപ്പൊ അയച്ചിട്ടുള്ളൂ, ഇതൊക്കെ സാമ്പിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ മാക്സിമം ആ ഒരു പ്രഹരശേഷിയുള്ള മിസൈലുകൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഹൂത്തികളൊക്കെ വർഷക്കണക്കായിട്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികൾ പറയുന്നത് ഞങ്ങളും ഇന്നലെ 2 മിസൈലുകൾ വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലാണ് ഈ വിഷയങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 20 സ്ഥലങ്ങളിലേക്കുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട്. 20 സ്ഥലങ്ങളിലുമുള്ള പൊതുജനങ്ങൾക്ക് വാണിംഗ് കൊടുത്ത് അവരെ മാറിപ്പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ മാത്രമായിരിക്കും. ഇസ്രായേൽ പൊതുജനങ്ങളെ ആക്രമിക്കണമെന്ന് ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. അതാണ് ഇതിനകത്ത് നിന്ന് ക്ലിയർ ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്. ഇസ്രായേൽ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഇറാന്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഏതാണ്ട് 14 സയന്റിസ്റ്റുകൾ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലുപരിയായിട്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരായിട്ടൊക്കെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് 200-ലധികം ആൾക്കാർ മൊത്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. 200 കാഷ്വാലിറ്റി. അതിലുപരിയായിട്ട് 7 എയർഫോഴ്സ് കമാൻഡോസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അമീർ ഹെജിസാദെ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ വ്യക്തി ഒരു സീനിയർ പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഈ വ്യക്തിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹെജിസാദയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുഃഖാചരണം ഇന്ന് ഇറാനിൽ നടക്കുന്നു. AEIO എന്ന് പറഞ്ഞാൽ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ, അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് ഇറാന്റെ ഉള്ളിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞോളാം, നിങ്ങൾ ആരും തന്നെ ഞങ്ങളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഗ്ലോബൽ ത്രെട്ട് തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ ലോകത്തൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ കൂടെ മാത്രമേ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു രാജ്യം മാത്രം ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ചെയ്ത് ബോംബുണ്ടാക്കിയിട്ട് ഒരു രാജ്യം മൊത്തത്തിൽ നശിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ബോംബ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യേണ്ടി വരും. ഇറാന്റെ മെയിൻ സ്ഥലങ്ങളിൽ, അതായത് എവിടെയൊക്കെയാണോ ഇസ്രായേൽ വാൺ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളാണോ ഇസ്രായേൽ കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, ആ സ്ഥലങ്ങളിലുള്ള ജനങ്ങളൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു പോവാണ്, വില്ലേജുകളിലൊക്കെ ചേക്കേറുകയാണ്. പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള കുറെ ആൾക്കാരും കൂടി ഇപ്പം ഒളിവിലാണ്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇറാന്റെ ഉള്ളിൽ മൊസാദ് ഏത് നേരം ഏത് രീതിയിൽ ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്ത് ഇവരുടെ ജീവൻ എടുക്കും എന്നുള്ളതിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇറാന്റെ ഒരു സെക്യൂരിറ്റി ഫ്ലോപ്പായി കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സുരക്ഷാ വീഴ്ച, ആ രീതിയിലാണ് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ആകെ കൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ച് മിസൈലുകൾ കത്തിച്ച് വിടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഇറാന്റെ ഒരു പോം വഴിയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു 3-4 നമ്പേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഇറാന്റെ മിസൈൽ. അത് ആയിരക്കണക്കിൽ വിട്ടിട്ട് 1, 2, 3, 4 മിസൈലുകൾ പതിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്.
അത് ഇപ്പം ഏത് മിഷൻ ആയാലും മൾട്ടിപ്പിൾ എൻട്രി വരുമ്പോഴത്തേക്കും അതിനെ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത് അസാധാരണമായിട്ടൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ആ ഒരു മിഷന്റെ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ടുള്ള മിസൈലുകൾ വിട്ടാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അഡീഷണൽ ആയിട്ട് ഇന്റർസെപ്റ്റേഴ്സിനെ കൊണ്ട് നിർത്തുന്നത്. ഇനിയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇറാനെതിരെ പണി ഉറപ്പായിട്ടും കൊടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.